ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്നാക്സ് ആയിട്ടാട്ടോ. എന്ത് സ്നാക്സ് ആണെന്നല്ലേ, ഒരു പാൽപ്പത്തിരിൻ്റെ റെസിപ്പിയാണ്. ചെറുതെങ്കിലും പാൽപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും, എങ്കിലും ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് ഉണ്ടാക്കാനും വളരെ കേട്ടോ. നമുക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റായിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിതിലേക്ക് ഒരു കോഴിമുട്ടയാണ് എടുത്തത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ വേണം, അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. 1 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളമാണ്. അത് 1 കപ്പ് അളവ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശമാവിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ തവി മാവ് എടുത്ത് ഒഴിച്ച് ചെറിയ ചെറിയ നമുക്ക് വേണ്ട പാകത്തിനുള്ള മൈദദോശകൾ ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തത്. നമുക്ക് ബേക്ക് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ മൈദദോശകളൊക്കെ ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിലാണ് ദോശകളൊക്കെ ചുട്ടെടുക്കുന്നത്. ഞാനിതെല്ലാ ദോശകളും ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ ദോശമാവും ചുട്ടെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ഏകദേശം 10ഓളം മൈദദോശകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിനകത്തേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. അപ്പോൾ ഞാനിവിടെ പാലെടുത്തത് 3/4 കപ്പ് അളവിലാണ് പാലെടുത്ത് കൊടുത്തത്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വാനില എസൻസ് ആണ്. ഞാനതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതില്ല എങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ്. ഞാനൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പൊടിച്ചിട്ടാണ് ഞാനൊന്ന് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാരയുടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടെടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടിതൊന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അടിച്ച് കട്ടകളൊക്കെ കെട്ടാണ്ട് നന്നായിട്ട് അടിച്ച് സ്മൂത്തായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. ഇനി വേണ്ടത് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാത്രമാണ്. ഞാൻ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ ദോശയിൽ നിന്നും ഒരു ദോശ എടുത്ത് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 തവിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമുക്ക് എല്ലാ ദോശകളും ഇതുപോലെ ദോശ വെച്ച് ബാറ്റർ ഒഴിച്ച് അങ്ങനെ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കാം. അത് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന എല്ലാ ദോശകളും ബാറ്ററും ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊരു ഇഡ്ഡലി കുക്കറിലേക്കാണ് വെച്ച് കൊടുത്തത്. അപ്പം നമുക്കത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 30 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. അതിനിടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു ഭംഗിക്കായിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുന്തിരിയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ നിങ്ങളതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് 30 മിനിറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് തുറന്ന് നോക്കി. അപ്പോൾ എൻ്റെ പാൽപ്പത്തിരിയൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് കുത്തി നോക്കട്ടെ ഉള്ളിലൊക്കെ വെന്തോ എന്നുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല പാകമായി വെന്തിട്ടുണ്ട്.
അപ്പോൾ ഞാനിത് ചൂട് മാറിയേരെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ, ഇത് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.